കോട്ടയത്ത് CPM സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ മാത്രമാണ് LDFന് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ CPM ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അണികളുടെ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഇത് ഗുണം ചെയ്യുമെങ്കിലും ശബരിമലയും ചർച്ച് ആക്റ്റുമെല്ലാം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ പ്രചാരണം കൊണ്ട് ഇവയെല്ലാം മറികടക്കാൻ സാധിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളും പുഷ്പഹാരങ്ങളും ഇടനത്തിലേറ്റുവാങ്ങി ഹൃദയത്തിലേറ്റുവാങ്ങി വയനും കായനും കൈകോർക്കുന്ന കോട്ടയത്തിന്റെ കൂട്ടുകാരൻ സഖാവ് VN വാസവൻ ഈ ഗ്രാമവീഥികളിലൂടെ കടന്നു വരികയും പുതുപ്പള്ളി മണ്ഡലത്തിലാണ് VN വാസവൻ ഇന്ന് പ്രചാരണം നടത്തുന്നത്. ഇത് രണ്ടാം തവണയാണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രചാരണം. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള കരുത്തരായ ഒരു സ്ഥാനാർത്ഥി നിയമസഭയിൽ നിന്നും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് വയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ 100% ആത്മവിശ്വാസത്തോടെ വളരെ ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഉറപ്പാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഈ പാർലമെന്റ് മണ്ഡലം എന്ന സ്ഥിതി വന്നിരിക്കുന്നു. കോട്ടയം മണ്ഡലത്തിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യേണ്ട ഈ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ലഭിക്കാതെ പോയ വികസന വിഹിതങ്ങൾ, റെയിൽവേയുടെ ഇരട്ടിപ്പിക്കൽ, അതുപോലെ അന്തർദേശീയ നിലവാരത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുമെന്ന് നടക്കാപോയത്, മൊബിലിറ്റി ഹബ്ബ്, ടൂറിസം പദ്ധതി, സയൻസ് സിറ്റി, IT പാർക്ക്, ടൂറിസം പദ്ധതി, അതിവേഗ കോറിഡോർ, ഇതെല്ലാം മുമ്പ് പ്രഖ്യാപിച്ച ഒന്നും നടന്നില്ല. അതെല്ലാം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. അതുപോലെ കാർഷിക മേഖലയിൽ റബ്ബറും നെല്ലും തകർന്ന് പരിപ്പണമായി കിടക്കുന്ന അവസ്ഥ നന്നായി ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ഈ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളാണ്. ഇത്തവണ PC തോമസ് അടക്കമുള്ള വോട്ട് ചോദിക്കുന്നത് ഈ റബ്ബർ വിഷയം ഉയർത്തിക്കാട്ടിയാണ്. അത് എത്രത്തോളം തോമസ് മന്ത്രി വരെ ആയിരുന്ന ആളാണ്. റബ്ബറിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് വന്നിട്ട് സിയാൽ മോഡൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് 200 ഏക്കർ സ്ഥലം എടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യും. കേന്ദ്രത്തിന്റെ സഹായങ്ങൾ ചെയ്യിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നാനാതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിലും ഈ നിയോജകമണ്ഡലത്തിന്റെ വിവിധ വികസന വിഷയങ്ങളിലും നിങ്ങളുടെ സഹകരണത്തോടെ എന്റെ എളിയ കഴിവുകൾ വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കോട്ടയത്തെ ജനങ്ങളെ ഏറ്റെടുത്ത പോരാളി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഇതാ കടന്നു വരികയാണ് VN വാസവൻ. കോട്ടയത്തിന്റെ പ്രിയങ്കരനായ വാസവൻ ചേട്ടൻ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ തുറന്ന വാഹനത്തിലൂടെ കടന്നു വരികയാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ, അതുപോലെ KM മാണി പാലായിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത്, ഇതൊക്കെയാണ് UDF ഉയർത്തിക്കാട്ടുന്ന സാധ്യതകൾ. പ്രത്യേകിച്ചും KM മാണിയുടെ ഒരു നിര്യാണത്തിന് ശേഷം അവരുടെ സാധ്യത വർദ്ധിച്ചു എന്നുള്ള ചില സംസാരങ്ങളുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ആ സാധ്യതയും തെറ്റാണ്. കാരണം മാണി സാറിൻ്റെ വേർപാടിൽ നമുക്കെല്ലാം ദുഃഖവും അനുശോചനവും വേദനയുമുണ്ട്. ഞങ്ങളതുകൊണ്ട് തന്നെ പ്രചരണ പരിപാടി നിർത്തിവെച്ച് 2 ദിവസം പൂർണ്ണമായി മൈക്ക് ഓഫ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അതിൻ്റെ ഫ്യൂണറലിലൊക്കെ പങ്കെടുക്കുകയാണ്. അതേസമയത്ത് UDF ആകട്ടെ അത് രാഷ്ട്രീയമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഞങ്ങൾക്കതിന് പരാതിയില്ല. പക്ഷേ മാണി സാർ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥാനാർത്ഥി PJ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മാണി സാർ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ വന്നപ്പോൾ തുടർന്നാണ് മാണി സാർ പെട്ടെന്ന് ആശുപത്രി പോകേണ്ടി വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാണി സാറിനോട് താല്പര്യമുള്ളവരും സ്നേഹവും ബഹുമാനവും ഉള്ളവരും മാണി സാർ പ്രഖ്യാപിച്ച തീരുമാനം നടപ്പാക്കാതെ പോയതിലെതിരായിട്ടുള്ള വിഷമത്തിലാണ് കഴിയുന്നത് എന്നതാണ് വസ്തുത. അത് കേരള കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു സഹതാപ തരംഗമോ മറ്റേതെങ്കിലും ഇതിലുള്ള പ്രശ്നമോ ഉണ്ടാകും എന്നുള്ള വ്യാഖ്യാനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ശബരിമല വിഷയം BJP ഉയർത്തിക്കാട്ടുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് കോട്ടയം മണ്ഡലത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? LDF എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നത്? അതിൽ ശബരിമല പ്രശ്നം ഈ മണ്ഡലത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല. കാരണം ആ വിഷയം തീർന്ന് കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളും തിരിച്ചറിയുകയും ശബരിമലയെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് 750 കോടി രൂപ ബഡ്ജറ്റ് മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജനങ്ങൾ അത് സ്വീകരിച്ചു. ആ ഒരു വിഷയം തെരഞ്ഞെടുപ്പിൽ എവിടെയും ചർച്ച ചെയ്തൊരനുഭവം എൻ്റെ മുമ്പിലില്ല.
കടന്നു വരികയാണ് ഈ കുപ്പാറയിലൂടെ എത്തിച്ചേരുകയാണ്.